ട്രെൻഡ് അറിഞ്ഞ് പഠിക്കുമ്പോഴാണ് നമുക്ക് നല്ല റാങ്കിലേക്ക് എത്താൻ സാധിക്കുക. അടുത്ത കാലത്ത് പി എസ് സിയുടെ ട്രെൻഡ് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ആ മാറിയ ട്രെൻഡിൽ പുതിയ കുറേ ചോദ്യങ്ങളും പുതിയ കുറേ ഏരിയാസും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സീരീസ് ആരംഭിക്കാൻ പോവുകയാണ്. അടുത്ത കാലത്ത് പി എസ് സി ചോദിച്ചിട്ടുള്ള പുതിയ ട്രെൻഡ് ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ള മേഖലയിലും അതിൻ്റെ സമ്പൂർണ്ണമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരാനായിട്ട് ഒരു റയർ ഫാക്ട് റാങ്ക് മേക്കിംഗ് സീരീസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ വീഡിയോ ആണിത്. സോ നിങ്ങളുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ബാക്കി വീഡിയോസും പ്ലാൻ ചെയ്യുന്നതാണ്. കടിച്ചാൽ പൊട്ടാത്ത പല ഡിഫിക്കൽട്ട് ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് വന്നത്, ആ മേഖലയിൽ നിന്ന് ഭാവിയിലും പി എസ് സിയിൽ ചോദ്യങ്ങൾ വരാം. അത്തരത്തിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായിട്ടുള്ള PDF നോട്ട്സ് സഹിതം ഈ ഒരു സീരീസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിന് മൊത്തത്തിലുള്ളൊരു റയർ ഫാക്ട് സംഭവമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമ്പൂർണ്ണമായ PDF നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തേക്കാം. പക്ഷേ ചിലപ്പോൾ ലിങ്ക് വർക്ക് ആവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. അനുദി വ്ളോഗ്സ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താലും മതി, നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത കാലത്ത് എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെ മെയിൻസ് പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. ആ പരീക്ഷ എന്ന് തോന്നുന്നു. പക്ഷേ അടുത്ത കാലത്ത് ഡിഗ്രി തല PSL ചോദിച്ചൊരു ചോദ്യമാണ്. ഇവിടെ നിന്ന് ഇനിയും നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പം ചോദ്യം ഇതായിരുന്നു: നിയമത്തിൽ മുമ്പുള്ള സമത്വം എന്ന ആശയം അർത്ഥമാക്കുന്നത് എന്ത്? ആർട്ടിക്കിൾ 14 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 14-ാം അനുച്ഛേദത്തിൽ പറയുന്നൊരു കാര്യമാണ് ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുന്നിൽ സമത്വം. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഈ ചോദ്യം ഇതേപോലെ 2017 സിവിൽ സർവീസസിൽ വന്നിട്ടുള്ള എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം ഈ ടോപ്പിക്കിൽ ആർട്ടിക്കിൾ 14 നമ്മളൊന്ന് അരച്ച് കലക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. ആർട്ടിക്കിൾ 14 പഠിച്ചു കഴിയുമ്പം ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ബാക്കിയുള്ള അഡീഷണൽ ഫാക്റ്റുകളും ഇനി ആ മേഖലയിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾ അത് ആൻസർ പറയാൻ തയ്യാറായിരിക്കണം. ഓക്കെ. അപ്പോൾ എഗെയിൻ നമ്മളിപ്പം LST സെക്രട്ടറിയുടെയും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ക്ലാസ്സസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായി നമ്മുടെ ഈ ടോപ്പിക്കുകളെല്ലാം സമഗ്രമായിട്ട് പഠിക്കണമെങ്കിൽ ഇഷ്ടംപോലെ ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സും ഒക്കെയുള്ള സമഗ്രമായ സിലബസ് കവർ ചെയ്യുന്ന വളരെ അടിപൊളി ഫാക്കൽറ്റീസിന് അണിനിരത്തിയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. നമ്മുടെ അഡ്മിഷൻ മാനേജറുടെ നമ്പർ ഇതാണ്. ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നമ്പർ ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ആർട്ടിക്കിൾ 14 നമ്മൾ ഇന്ന് അരച്ച് കലക്കി അങ്ങ് പഠിക്കാൻ പോവാണ് അല്ലേ. ആർട്ടിക്കിൾ 14 എന്താണ് ആർട്ടിക്കിൾ 14 പറയുന്നത്? ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്, നിയമം എല്ലാവരും ഒരേപോലെ സംരക്ഷിക്കും. ഇതാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇത് കാണുമ്പം ഇത് രണ്ടും ഒന്നാണെന്ന് നമുക്ക് തോന്നും. ഇക്വാളിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും. ഇത് ആക്ച്വലി രണ്ടും വ്യത്യസ്തങ്ങളായ രണ്ട് കോൺസെപ്റ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന കുറച്ച് കൺഫ്യൂസിങ് ഫാക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം PSC ചോദിക്കുകയാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ് ഏതൊരാശയം നമ്മൾ ഏത് ഭരണഘടനയെന്ന് എടുത്തിട്ടുള്ളത്? സ്ഥിരം ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നുള്ള കോൺസെപ്റ്റ് എടുത്തിട്ടുള്ളത്. സമ്മതിക്കുന്നു. ആർട്ടിക്കിൾ 14 ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന സംഭവം നമ്മൾ വിചാരിക്കും അമേരിക്ക എന്നാണ്. നോ, ഇത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുള്ളതാണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുള്ളത്. നല്ലൊരു പ്രസ്താവന മാതൃക ചോദ്യത്തിനുള്ള സാധ്യത ഞാനിവിടെ പറയുന്നത്, ശ്രദ്ധിച്ചിരുന്നോണം. ആർട്ടിക്കിൾ 14 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് പറയാം അമേരിക്കൻ ഭരണഘടന. പക്ഷേ ആർട്ടിക്കിൾ 14 എവിടെ നിന്ന് എടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന സാധനം അത് നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെന്നുള്ള കാര്യം ഓർക്കുക. ഇതെങ്ങനെ ഓർത്തിരിക്കാം? അമേരിക്കയാണല്ലോ ലോക പോലീസ്. അപ്പോൾ ലോകത്തിലെല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അമേരിക്കയാണെന്നാണ് അമേരിക്കയുടെ വിചാരം. സോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, ദിസ് കോൺസെപ്റ്റ് ഈസ് ബോറോഡ് ഫ്രം ദ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അത്രയും കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഫാക്റ്റ് മനസ്സിലാക്കുക. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നോക്കാം. അപ്പോൾ എന്താണ് ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആദ്യമേ നോക്കാം. ഓക്കെ. അതിനുമുമ്പ് ആർട്ടിക്കിൾ 14 നമുക്കൊന്ന് വായിച്ച് നോക്കിയാലോ. എന്താണ് ആർട്ടിക്കിൾ 14 പറയുന്നത്? സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനൈ ടു എനി പേഴ്സൺ equality before the law or equal protection of law on the ground of religion, race, caste, sex, place of birth. വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. അതായത് രാഷ്ട്രം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഒരു മനുഷ്യനെയും ഈ പറഞ്ഞ ഇക്വാളിറ്റി ബിഫോർ ലോയോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയോ നിരസിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. എന്തിൻ്റെ അടിസ്ഥാനം നിരസിക്കാൻ പാടില്ല? ഇപ്പോൾ അവൻ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ, അതായത് ജെൻഡർ അല്ലെങ്കിൽ റേസ്, വംശം,
റിലീജിയൻ, മതത്തിൻ്റെ പേരിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസം, ഓരോ ആൾക്കാർക്ക് ഓരോ ഇതല്ല, നിയമത്തിന് മുമ്പിൽ എല്ലാ മതക്കാരും തുല്യരാണ് അല്ലേ? ജനിച്ച സ്ഥലം, പ്ലേസ് ഓഫ് ബർത്ത്, അതിൻ്റെ ഒന്നും പേരിൽ നമ്മൾ ആരെയും ഈ പറയുന്ന രീതിയിൽ ഇത് കൊടുക്കാതിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചോ, പ്ലേസ് ഓഫ് റെസിഡൻസ്, താമസ സ്ഥലം എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നില്ല. അപ്പം പ്ലേസ് ഓഫ് റെസിഡൻസ് എന്ന് പറയുന്നൊരു സാധനം ഇവിടെ പറയുന്നില്ല. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ മാതൃകകൾ ധാരാളം PSC ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 14, ഇതിനകത്തൊക്കെ എന്തിൻ്റെ പേരിലാണ് സ്റ്റേറ്റ് ഡിനേ ചെയ്യാൻ പാടില്ലെന്ന് ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഈ പറയുന്ന പ്ലേസ് ഓഫ് റെസിഡൻസ് ഇവിടെ പറയുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ സ്പെസിഫിക്കലി നോട്ട് ചെയ്യുക. നമുക്ക് ഈ മാതൃകകൾ ചോദ്യം PSCയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇക്വാളിറ്റി ബിഫോർ ലോ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഇക്വാളിറ്റി ബിഫോർ ലോ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്? അത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതൊരു നെഗറ്റീവ് റൈറ്റ് ആണെന്ന് പറയും, ഒരു നെഗറ്റീവ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മോശപ്പെട്ടത് എന്നൊരു മീനിങ് ഇവിടെ ഇല്ല. കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഡിക്ഷണറി മീനിങ് അല്ല നമ്മൾ എടുക്കേണ്ടത്. കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കൽ അർത്ഥങ്ങളുണ്ട്. അപ്പം ഇക്വാളിറ്റി ബിഫോർ ലോ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ന് എടുത്തിട്ടുള്ളതാണ്. അത് നെഗറ്റീവ് കോൺസെപ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ചെയ്യരുത് എന്ന് പറഞ്ഞത് നെഗറ്റീവും ചെയ്യണം എന്ന് പറഞ്ഞത് പോസിറ്റീവുമാണ്. ഇവിടെ ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന സംഭവത്തിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. എന്താണ് നമുക്ക് നോക്കാം. അതായത് ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഇക്വാളിറ്റി ബിഫോർ ലോയിൽ ഓർത്തിരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ്. പ്രിവിലേജ് എന്ന് വെച്ചാൽ എന്താ? പ്രത്യേക അവകാശം. ഇപ്പം ഞാൻ പ്രിവിലേജ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാർക്കും ഇല്ലാത്ത എന്തോ ചില പ്രത്യേക അവകാശങ്ങൾ എനിക്കുണ്ടെന്ന് അതിനർത്ഥം. അപ്പോൾ അത്തരത്തിൽ നിയമത്തിന് മുമ്പിൽ ആർക്കും പ്രത്യേക അവകാശങ്ങൾ കൊടുക്കാൻ പാടില്ല. എല്ലാവരും നിയമത്തിന് മുമ്പ് തുല്യരാണ്. സോ ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ് ടു എനി പേഴ്സൺ. അതായത് ഒരു സാധനം കൊടുക്കരുത് എന്നല്ലേ പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഇതാണ് 2017 ചോദിച്ചത്. ഇതാണ് നമുക്ക് PSCയിൽ വന്ന ചോദ്യം. കണ്ടോ, നിയമത്തിന് മുമ്പുള്ള സമത്വം എന്ന ആശയം അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക അവകാശത്തിൻ്റെ അഭാവം, ആബ്സെൻസ് ഓഫ് പ്രിവിലേജസ്. രണ്ടിനും ഓപ്ഷൻ ചെയ്യുന്നതിന് ആൻസർ. അപ്പോൾ ഉത്തരം കിട്ടിയല്ലോ. നമുക്ക് ഇനി ചോദ്യം വരാതിരിക്കുന്നത് എവിടുന്നാണെന്നറിയോ? ഇവിടെ നിന്നാണ്. അതായത് രണ്ടാമത്തെ കാര്യം, അതായത് ഇക്വാളിറ്റി ബിഫോർ ലോ രണ്ടാമത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ സബ്ജുഗേഷൻ ഓഫ് ഓൾ പേഴ്സൺസ് ടു ഓർഡിനറി ലോ ഓഫ് ലാൻഡ് അഡ്മിനിസ്ട്രേറ്റ് ബൈ ഓർഡിനറി ലോ കോഡ്സ്. അതായത് ഞാനൊരു കുറ്റം ചെയ്താലും നിങ്ങളൊരു കുറ്റം ചെയ്താലും കോടതിയുടെ മുമ്പിൽ ഇവരെല്ലാവരും ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ കാശുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയൊരു കുറ്റം ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ കാശുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്തും കുറ്റം ചെയ്യാം, അങ്ങനെ അർത്ഥമില്ല. അല്ലെങ്കിൽ നിങ്ങൾ വലിയ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും കോടതിയുടെ മുമ്പിൽ എല്ലാ നിയമങ്ങളും പരിപാലിച്ചുകൊണ്ട് തന്നെ ചെന്ന് നിൽക്കണം. നമ്മൾ മറ്റേ എന്നാ താൻ കേസോട് സിനിമയ്ക്കകത്ത് കണ്ടിരുന്നു, ഒരു മന്ത്രി വന്നിട്ട് കോടതിയിൽ ഇരിക്കാൻ പോകുന്ന പ്രതിക്കൂട്ടിൽ നിന്നിട്ട് ഇരിക്കാൻ പോകുന്ന നേരം ജഡ്ജി എഴുന്നേറ്റിരിക്കാൻ പറയുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് മാത്രം ഇരിക്കാനുള്ള അവകാശമൊന്നുമില്ല, ആരും അങ്ങനെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സിനിമയിൽ കാണിക്കുന്ന ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയുടെ ഇക്വാലിറ്റി ബിഫോർ ലോയുടെ ഒരു ഇംപ്ലിക്കേഷനാണ്. മൂന്നാമത്തെ പോയിന്റാണ് നോ പേഴ്സൺ ഈസ് എബോവ് ലോ. അതായത് നിയമത്തിൻ്റെ മുകളിൽ ആരുമില്ല, എല്ലാവരും നിയമത്തിന് താഴെയാണ് എന്ന് പറയുന്ന ഫിലോസഫിയാണിത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇക്വാളിറ്റി ബിഫോർ ലോ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ടെക്നിക്കൽ കോൺസെപ്റ്റാണ്. ഓക്കെ, നിങ്ങൾ ലോജിക്കലി ആലോചിക്കുമ്പോഴത്തേക്ക് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഉണ്ടല്ലോ വരേണ്ടതെന്ന് അറിയാം. അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. ഇത് ടെക്നിക്കലായിട്ടുള്ള സാധനമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ടെക്നിക്കലി ഫിലോസഫിക്കൽ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതിന് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. നമ്മുടെ ക്ലാസ്സസ് ഈ രീതിയിലാണ് എടുക്കുന്നത്. ഇത് ലക്ഷ്മികാന്തി ഇത് ഡയറക്റ്റ്ലി ചോദിച്ചൊരു ചോദ്യമാണ്. ഇതൊക്കെ നമ്മൾ അരച്ച് കലക്കി നമ്മുടെ ക്ലാസ് റൂം പ്രോഗ്രാംസിന് തരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഇക്വാളിറ്റി ബിഫോർ ലോ, അതായത് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ്, ഇത് ബ്രിട്ടീഷ് ജൂറിസ്റ്റ്, ഒരു നിയമവിദഗ്ധനായ AV ഡയസെ കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇത് തന്നെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 14 നമ്മൾ ഇൻസേർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഇക്വാലിറ്റി ബിഫോർ ലോ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരുകളൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് ഓൾറെഡി ഇത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ വരാം. ഈ PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ടൈംസ് വായിച്ച് നോക്കുക. ഇവിടുന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. കാര്യം ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള സെക്ഷനാണിത്. അപ്പോൾ ഇക്വാളിറ്റി ബിഫോർ ലോ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു. നമുക്കിനി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്താണെന്ന് നോക്കിയാൽ ഇത് ഭയങ്കര രസകരമായിട്ടൊരു കോൺസെപ്റ്റാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം, അപ്പോൾ റിസർവേഷൻ അല്ലെങ്കിൽ ചില വിഭാഗത്തിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ പഞ്ചായത്തുകൾ സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് SC/ST കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇത് ഇക്വാളിറ്റി ബിഫോർ ലോ അല്ലെങ്കിൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആർട്ടിക്കിൾ 14 എതിരാണോ?
കാര്യം അതിനകത്ത് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കാണണമെന്ന് ഇപ്പം നാട്ടിൽ ചില ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനെ മഹത്വം ഇരിക്കുന്നത്. നമ്മുടെ എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്തും പോസിറ്റീവായിട്ട് ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം. ഓക്കെ, കാര്യം ഇന്ത്യയിലെ ഒരു ജാതി മത വ്യവസ്ഥയിലുണ്ടല്ലോ കുറേ കഷ്ടപ്പെട്ട് കഴിഞ്ഞ ആൾക്കാർക്കാണ് നമ്മൾ ഇപ്പോൾ റിസർവേഷൻ കൊടുക്കുന്നത്, അവർക്ക് മുന്നോട്ട് വരാനായിട്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് എന്നൊരു കോൺസെപ്റ്റ് കാണേണ്ടത്. അപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇതിൻ്റെ ഒരു അപ്രോച്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇക്വാളിറ്റി ബിഫോർ ലോയിൽ നമ്മൾ 3 കാര്യങ്ങൾ കണ്ടു. അതൊരു ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. അതിനു മുമ്പിൽ രണ്ട് ഫാക്റ്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. ഇതൊരു പോസിറ്റീവ് കോൺസെപ്റ്റാണ്. പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ പറയുവാണ്. നെഗറ്റീവ് മീൻസ് ഒരു കാര്യം ചെയ്യരുത് ഇതാണ് പറയുന്നത്. പോസിറ്റീവ് മീൻസ് ഒരു കാര്യം ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് എന്ന് പറയുന്നത്. മറ്റേത് നെഗറ്റീവ് എന്ന് പറയുന്നത് നല്ലത് ചീത്ത എന്നുള്ള അർത്ഥത്തിനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയിൽ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റാൻസസ്. ഇക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റാൻസസ് ബോത്ത് ഇൻ പ്രിവിലേജസ് ആൻഡ് ലയബിലിറ്റീസ് ഇമ്പോസ്ഡ് ബൈ ലോ. അതായത് ലൈക്സ് ഷുഡ് ബി ട്രീറ്റഡ് എലൈക്സ് എന്ന് പറയും അല്ലേ. അതായത് ഒരു പർട്ടിക്കുലർ ക്ലാസ്സുള്ള ആൾക്കാർ നമ്മൾ തുല്യരായിട്ട് തന്നെ പരിഗണിക്കണം. ഇപ്പം സപ്പോസ് ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ജോലി കൊടുക്കുന്നു, അദ്ദേഹത്തിന് കുറേ സ്കീംസ് അല്ലെങ്കിൽ കുറേ ആനുകൂല്യം ഗവൺമെൻറ് കൊടുക്കുന്നു. പക്ഷേ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയെ അദ്ദേഹം ഒരു പർട്ടിക്കുലർ മതത്തിലെ ആയതുകൊണ്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ സംസ്ഥാനത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന് അത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? അത് വളരെ മോശപ്പെട്ടൊരു കാര്യമല്ലേ. ലൈക്സ് ഷുഡ് ബി ട്രീറ്റഡ് എലൈക്ക്. തുല്യരായിട്ടുള്ള ആൾക്കാർ തുല്യരായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയും. അതായത് സിമിലർ ആപ്ലിക്കേഷൻ ഓഫ് സെയിം ലോസ് ടു ഓൾ പേഴ്സൺ. നിങ്ങളിപ്പം രാജാവായാലും മന്ത്രി ആയാലും സിമിലർ ആപ്ലിക്കേഷൻ ആയിരിക്കണം നിയമത്തിന് മുമ്പിലുള്ളത്. എഗെയിൻ മറ്റേ സിനിമയിൽ കാണിക്കുന്നത് എന്താ? എന്നാ താൻ കേസ് ഒരു സിനിമയിൽ കാണിക്കുന്നത് എന്താ? എല്ലാവരും കോടതി മുറിയിൽ ഒരുപോലെയുള്ളവരാണ്. ഇപ്പം എല്ലാ നിയമങ്ങളും ഇപ്പം ഞാൻ ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാലും ഒരു MLA ഒരാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാലും രണ്ടുപേരും കിട്ടാവുന്ന ശിക്ഷ ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സിമിലർ ആപ്ലിക്കേഷൻ ഓഫ് സെയിം ലോസ് ടു ഓൾ പേഴ്സൺസ്. ഇവിടെ നിങ്ങൾക്ക് ചില സിമിലാരിറ്റീസ് തോന്നാം, പക്ഷെ ഇത് ഫാക്ച്വലായിട്ട് തന്നെ പഠിച്ചു. അതിൻ്റെ ബാക്കിയുള്ള ഫിലോസഫിക്കൽ ഡയമെൻഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ഒരു ക്ലാസ് ആയിട്ട് മാറും. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് അധികം യൂസ്ഫുൾ ആവില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫാക്റ്റുകൾ മാത്രം പഠിച്ചാൽ മതി, എക്സാമിന് മാർക്ക് കിട്ടും. നമ്മൾ കൂടുതൽ ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ UPSCയുടെ ക്ലാസ്സുകളിൽ ഇതിനെക്കാട്ടി കുറവ് ഡെപ്തിലാണ് പഠിപ്പിക്കുക. പക്ഷേ PSCക്ക് നമുക്ക് അത്രയും ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഏറ്റവും പെരിഫറലായിട്ട് തന്നെ പഠിക്കുക, അത് ഫാക്ച്വലായിട്ട് തന്നെ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. സോ സിമിലർ ആപ്ലിക്കേഷൻ ഓഫ് ലോസ് ടു ഓൾ പേഴ്സൺസ് എന്നാണ് പറയുന്നത്. സോ ഇതിൻ്റെ ഇക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓർ ഈക്വൽ സർക്കംസ്റ്റാൻസസ്. ഇപ്പോൾ ഒരു IPS ഓഫീസർ, IPS ഓഫീസറിന് പല പ്രിവിലേജസ്, പ്രത്യേക അധികാരങ്ങളും പല ഉത്തരവാദിത്തങ്ങളും കാണും. മറ്റൊരു IPS ഓഫീസർ സെയിം സാഹചര്യത്തിൽ സെയിം റാങ്കിൽ സെയിം കണ്ടീഷനിൽ മറ്റൊരു IPS ഓഫീസർ ഇവരെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ ഈക്വൽ സർക്കംസ്റ്റാൻസസ്. ഇവിടെ എന്താ പറയുക, ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജെൻഡർ ലിംഗത്തിൻ്റെയോ പേര് ആരെയും വിവേചിക്കാൻ പാടില്ലെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഇനി ചോദ്യം വരാൻ സാധ്യതകൾ ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഉള്ള പ്രധാനപ്പെട്ട സംശയം ഇതാണ്. അപ്പോൾ പ്രസിഡൻറ്റും ഗവർണറും ഇവരൊക്കെ കുറ്റം ചെയ്ത് ഇവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അത് ആബ്സല്യൂട്ട് ഒന്നുമല്ല. അതായത് എല്ലാം റിലേറ്റീവാണ്. ഈ പറയുന്ന പോലെ ഇതൊന്നും ആബ്സല്യൂട്ട് റൈറ്റ്സ് അല്ല. കാര്യം ഇതിനകത്തൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്. കാര്യം ഇവിടുത്തെ എക്സെപ്ഷൻസ് എന്താ? റൂൾ ഓഫ് ലോയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇന്ത്യയിൽ വരുന്ന ഒരു അംബാസിഡർ, ഒരു ഫോറിൻ ഡിപ്ലോമാറ്റ്, വിദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന നയതന്ത്ര പ്രതിനിധി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ, അദ്ദേഹം ഇവിടെ വന്നിട്ട് വല്ല തല്ലിക്കൊന്നാൽ പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു സാധാരണ ഇന്ത്യൻ പൗരനെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നോക്കത്തില്ല. അതുപോലെ പ്രസിഡന്റ് ഒരു കുറ്റം ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചാടിക്കയറി അറസ്റ്റ് ചെയ്യാൻ നോക്കത്തില്ല. ഗവർണറെ അറസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം പാർലമെൻറ്റേറിയൻസിന് പാർലമെൻ്ററി പ്രിവിലേജസ് ഉണ്ട്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് തന്നെ പ്രത്യേക അവകാശങ്ങൾ, പ്രിവിലേജസ് പല സെക്ഷൻ ഓഫ് ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. പാർലമെൻറ്റിനും സ്റ്റേറ്റ് അസംബ്ലിയിലും ഒക്കെ അത്തരത്തിലുള്ള പ്രിവിലേജസ് ഉണ്ട്. അപ്പം ഇപ്പോൾ വിയന്ന കൺവെൻഷൻ ഉണ്ടല്ലോ, ഫോറിൻ ഡിപ്ലോമാറ്റ്സിനും ഇന്ത്യയിൽ പ്രിവിലേജസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ചില എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം എക്സെപ്ഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ അത് കണ്ട് കൺഫ്യൂസ്ഡ് ആവാൻ നിൽക്കില്ല. ഇത്ര ഒരു കാര്യം സ്ട്രക്ചറായിട്ട് പഠിക്കുക. എന്താണ് ഇക്വാളിറ്റി ബിഫോർ ലോ, അതിനകത്തെ 3 പോയിന്റുകൾ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ 3 പോയിന്റുകൾ, എക്സെപ്ഷൻസ് എവിടെ. സപ്പോസ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിയമത്തിന് മുമ്പുള്ള സമത്വം ഇതൊരു ആബ്സല്യൂട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഒരിക്കലും അല്ല. ഇതൊക്കെ റിലേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതൊരു
പുതിയതായിട്ട് നമ്മൾ ആരംഭിച്ച സീരീസ് ആയതുകൊണ്ട് നിങ്ങളുടെ ചോദ്യം ഇതാണ്: പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ വിവേചനം ഒഴിവാക്കണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒരു ഉത്തരം പറയാം. അഗൈൻ ഇതൊരു പുതിയതായിട്ട് ആരംഭിച്ചൊരു സീരീസാണ്. നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടു, കൂടുതൽ വീഡിയോസ് ഈ സീരീസിൽ വേണം, റാങ്ക് മേക്കിങ്ങുള്ള പുതിയ ചോദ്യങ്ങൾ, പുതിയ ട്രെൻഡിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണം, നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ഒബ്വിയസായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു, ബൈ.